നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെയ് മാസം 1-ാം തീയതി അങ്ങനെ ഇവിടെ നിന്ന്, അതായത് എറണാകുളത്ത് നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് നേരെ മംഗളൂരുവിലേക്ക് പറക്കുകയാണ്. അതായത് സാഫ്രൺ സ്റ്റോക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വിമാന കമ്പനിയുടെ ഒരു പ്രൈവറ്റ് ജെറ്റാണ്. ഏകദേശം മണിക്കൂറിന് 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഈടാക്കുന്ന ഒരു പ്രൈവറ്റ് വിമാന കമ്പനി. അതിൽ ഒരു ചാർട്ടേഡ് വിമാനം മംഗളൂരുവിലേക്ക് പോകുന്നു. അവിടെ എത്തിയ BM ഫാറൂഖ്, അതായത് ജനതാദൾ എസിൻ്റെ ഒരു നേതാവിനെ അവിടെ പോയി കാണുന്നത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. അദ്ദേഹത്തിന് ഒപ്പം റെജികുമാർ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഈ റെജികുമാറിനെ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ VD സതീശൻ വ്യക്തമാക്കിയത് താൻ മൂകാംബികയിൽ ദർശനത്തിന് പോവുക മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. എന്നാൽ മൂകാംബികയിൽ ദർശനത്തിന് പോവുക മാത്രമല്ലായിരുന്നുവെന്നും ഈ പറയുന്ന BM ഫാറൂഖിനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി നേരിട്ട് കാണുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തു. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചുവരിൽ നമ്മുടെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ വലിയ രീതിയിൽ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ ചിത്രങ്ങൾ ചില സംശയങ്ങൾക്ക് ഇട കൊടുത്തിരുന്നു. മെയ് 4 ആയപ്പോൾ ആ സംശയങ്ങൾ ഏറെക്കുറെ ബലപ്പെടുകയും ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് VD സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലെല്ലാം പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ അണുകിട വ്യത്യാസമില്ലാതെ അച്ചിട്ട പോലെ കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളതാണ്. 1 ഡസനോളം വരുന്ന മന്ത്രിമാരുടെ പരാജയം, 100-ലധികം സീറ്റുകൾ, അതോടൊപ്പം തന്നെ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ്, ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി സംഭവിച്ചു എന്നുള്ളതും നമ്മളുടെ മുന്നിൽ ഉണ്ടാകണം. ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തേണ്ടത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം 50 കോടി രൂപ പ്രതിഫലം പറ്റിക്കൊണ്ടാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പദവിയിലേക്ക് UDFനെ കൈപിടിച്ചുയർത്താൻ വേണ്ടി എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം അത്ര നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന സുനിൽ കനകോലു 2014 നരേന്ദ്രമോദിയുടെ പ്രചരണത്തിൽ ചുക്കാൻ പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നും അമിത്ഷായുടെ അസോസിയേഷൻ ഓഫ് ബ്രില്യൻ മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വേണ്ട സംഭാവനകൾ നൽകിയ ഒരാളായിരുന്നു എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം. അതായത് നമ്മൾ പിന്നീട് നോക്കേണ്ടത് ഉത്തർപ്രദേശ് സർക്കാരിൽ യോഗി ആദിത്യനാഥിനെ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ നോക്കിയ യാദവേതര പിന്നോക്ക വിഭാഗങ്ങളെയും ജാതവേതര ദളിത് വിഭാഗങ്ങളെയും BJPക്ക് അനുകൂലമാക്കി തീർക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടിൻ്റെ ഏകീകരണം നടത്തുന്ന ഒരു സ്ട്രാറ്റജീസ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് സാമുദായികമായി ഏകീകരിക്കുന്ന ഒരു സംവിധാനം നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് ഉത്തർപ്രദേശിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന യാദവേതര പിന്നോക്ക വിഭാഗങ്ങളെയും ജാതവേതര പിന്നോക്ക വിഭാഗങ്ങളെയും അവിടെ BJPക്ക് അനുകൂലമാക്കി തീർക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി അദ്ദേഹം പോയിരുന്നു. അതായത് സാമുദായികമായ ഒരു വോട്ടിൻ്റെ ഏകീകരണം കൃത്യമായി വളരെ അധികം തന്മയത്വത്തോടുകൂടി ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സുനിൽ കനകോലു. അതിനുശേഷമാണ് സുനിൽ കനകോലു അദ്ദേഹത്തിൻ്റെ പല ഇതിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പിന്നീട് BJPയുടെ ജാതി മത രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിട്ടുമാറി കോൺഗ്രസിലേക്ക് വരുന്നു. അദ്ദേഹം പിന്നീട് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നിട്ട് കർണാടകയിൽ തെരഞ്ഞെടുപ്പിനെ വിധിക്കുന്നു, അവിടെ രേവന്ത് റെഡ്ഡിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ അതേസമയം അദ്ദേഹം ശരിക്കും ഉത്തരാഖണ്ഡിലാണെങ്കിലും ഈ പറയുന്ന ഉത്തർപ്രദേശിലാണെങ്കിലും ഹിമാചൽ പ്രദേശിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും അവിടെയെല്ലാം ഈ പറയുന്ന പോലെ BJPക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ സുനിൽ കനകോലു തന്നെയാണ് കേരളത്തിൽ UDFൻ്റെ വിജയത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത് എന്നറിയാം. അപ്പോൾ നമുക്ക് ചിന്തിക്കുന്ന പോലെ ഇപ്പം നിലവിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അത്ര വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. അതായത് ഈ സുനിൽ കനകോലുവും BJP നേതാക്കളുമായി അമിത്ഷാ അടക്കമുള്ള, അമിത്ഷായാണല്ലോ അവിടുത്തെ തന്ത്രങ്ങൾ മെനയുന്ന ഒരു വലിയ കക്ഷി, അദ്ദേഹവുമായിട്ടോ നരേന്ദ്രമോദിയായിട്ടോ ബന്ധമുണ്ടെന്നോ ഒന്നും നമുക്ക് ഇതുവരെ വ്യക്തമായി, ഇപ്പോഴും ആ ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഇപ്പോഴും തുടരുന്ന ഒരു ശക്തമായ ബന്ധമാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അതായത് സുനിൽ കനകോലു BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടവും തുടർന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പം ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരിക്കണം നമ്മൾ ഈ യാത്രയെ കാണേണ്ടത്. അതായത് ഈ പറയുന്ന സാഫ്രൺ സ്റ്റോക്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ കയറി അദ്ദേഹം ഇവിടെ നിന്നിട്ട്, അതായത് നമ്മുടെ
വി ഡി സതീശൻ മെയ് മാസം 1-ാം തീയതി ഈ പറയുന്ന റജികുമാറിനോടൊപ്പം ഈ മംഗലൂരുവിൽ ഈ ബി എം ഫാറൂഖിനെ കാണാനായി പോയത്. അത്ര നിഷ്കളങ്കമായ ഒരു യാത്രയായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംശയിക്കണം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. കാരണം 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും. 100-ലധികം സീറ്റ് നേടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അതോടൊപ്പം 1 ഡസൻ മന്ത്രിമാരുടെ പരാജയം. ഇതെല്ലാം കേരളത്തിൽ പിന്നീട് 4-ാം തീയതി സംഭവിക്കുന്നതും കണ്ടു. അപ്പോൾ ഇത് വെറുതെ അങ്ങനെ പോകാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി പലരും ആരോപിക്കുന്ന EVM അട്ടിമറി, നമുക്ക് അങ്ങനെ ഒരു ആരോപണമൊന്നും നമുക്ക് ബേസ്ലെസ് ആയിട്ട് ഉന്നയിക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നതായി നമുക്ക് ദുരൂഹത സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ പലയിടങ്ങളിലും വോട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ നേമത്ത് നമുക്കറിയാം കഴിഞ്ഞ തവണ കെ മുരളീധരൻ നേടിയതിനേക്കാൾ ഏകദേശം 10,000-ഓളം വോട്ടിൻ്റെ കുറവാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ശബരിനാഥിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ 10,000 വോട്ടുകൾ എവിടേക്കാണ് പോയത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അവിടെ വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചതോടുകൂടി, അതും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതോടുകൂടി അങ്ങനെയുള്ള ഒരു സംശയവും നമ്മുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നു. അവിടെ അപ്പോൾ പിന്നെ ഇവിടെ ചാത്തന്നൂർ സംഭവിച്ചത് സാമുദായിക രാഷ്ട്രീയം. പക്ഷേ ഇവിടെ എങ്ങനെയാണ് വി മുരളീധരൻ ജയിക്കാനുള്ള സാധ്യത? അവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നത്? പാലക്കാട് എന്താണ് സംഭവിച്ചത്? അപ്പം ഇങ്ങനെ പല മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും എന്തിനാണ് ഈ നമുക്കറിയാവുന്നതുപോലെ ഈ 2020 പോലെ ഒരു ഒട്ടും ജനകീയതയില്ലാത്ത ഒരു ഇപ്പോൾ പുതുതായി മാത്രം ഒരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്ക് വന്നു ചേർന്ന 2020 പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയധികം സീറ്റുകൾ നൽകിയതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് മികച്ച സ്ഥാനാർത്ഥികളെ, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും പേരില്ലാത്ത സ്ഥാനാർത്ഥികളെ അവിടെ എന്തിനാണ് നിർത്തിയത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. സിനിമാ മേഖലയിൽ അഞ്ജലി നായർക്ക് സിനിമയിൽ പോലും ഫാൻസ് ഇല്ലാത്ത ഒരാളാണ്. അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാരിന് സോഷ്യൽ മീഡിയയിലെങ്കിലും 10 പേർ അദ്ദേഹത്തെ അറിയുന്നതാണ്. അപ്പോൾ അല്ലാതെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ എല്ലാം വെറുതെ പിടിച്ചു നിർത്തുകയായിരുന്നു. തോന്നിയതുപോലെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അപ്പം ഒട്ടും വിജയപ്രതീക്ഷയില്ലാത്ത സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും നിർത്തിക്കൊണ്ട് 2020-യെ ഇതിലേക്ക് ഇട്ടതിൻ്റെ കാരണം എന്തായിരുന്നു? തൃപ്പൂണിത്തുറ പോലെ വിജയിക്കാൻ ഈ പറയുന്ന BJPക്ക് വിജയിക്കാൻ കഴിയുമായിരുന്ന ഒരു മണ്ഡലത്തിൽ പോലും ഒരു 2020 സ്ഥാനാർത്ഥിയെ കൊണ്ട് എന്തിനാണ് അവിടെ നിർത്തിയത്? അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങളും നിരവധി ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ആണ് ഇതുപോലെ ഒരു സന്ദർശനം വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുക്കാൻ കഴിയുന്നതാണോ? താൻ ഈ പറയുന്ന പിന്നെ ഇവിടേക്ക്, അതായത് പിന്നെ മൂകാംബികയിലേക്ക് ദർശനത്തിന് പോയതാണോ? മൂകാംബികയിലേക്ക് ദർശനത്തിന് പോയ ഒരാളാണെങ്കിൽ എന്തിനാണ് NDAയിലുള്ള ജനതാദൾ എസിൻ്റെ ഒരു നേതാവിനെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നത്? ആ സന്ദർശനം അത്ര എന്താ പറയുക, നമ്മൾ വെറും എന്താ പറയുക, അതൊരു നിഷ്കളങ്കമായ സന്ദർശനമാണെന്നോ അതിനകത്ത് എന്തെങ്കിലും ഒന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു സന്ദർശനമാണെന്നോ സൗഹൃദ സന്ദർശനമാണെന്നോ ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് പൊതുവിലാണെങ്കിലും ഒളിഞ്ഞാണെങ്കിലും തെളിഞ്ഞാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഒന്ന്, BJP കേരളത്തിലെടുത്തിരിക്കുന്ന നിലപാട് അങ്ങനെയാണ്. അതിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൽ സംസ്ഥാന അതായത് CPM പരാജയപ്പെട്ടതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു പാർട്ടി BJP ആണ്. പക്ഷേ അവർക്ക് 3 സീറ്റുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൽ 2 ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ നന്മ നിറഞ്ഞ മനസ്സുകൊണ്ട് ലഭിച്ചതാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പിന്നിലേക്ക് പോകേണ്ട ഒരു നേതാവൊന്നുമല്ല. അത്യാവശ്യം ശക്തനായ ഒരു കോൺഗ്രസ് നേതാവ്, SS ലാലിനെക്കാട്ടിൽ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് അദ്ദേഹം എന്നുള്ള കാര്യം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ ബോധമുള്ളവർക്കൊക്കെ അറിയാം. എന്നിരുന്നാൽ കൂടിയും അവിടെ അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയും കണ്ടു. ആ വോട്ടുകളൊക്കെ എവിടേക്കാണ് പോയി മറഞ്ഞത് എന്നുകൂടി വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തെ അത്ര നിഷ്കളങ്കമായി നമ്മൾ സമീപിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.